കോവാക്സിന് വിലക്ക് നീക്കിയതായി ഇതു സംബന്ധിച്ച് യാത്രാനുമതിക്കായി ഹർജി നൽകിയ കണ്ണൂർ സ്വദേശി ഗിരികുമാർ ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചു. ഇത് രേഖപ്പെടുത്തിയ ഹൈക്കോടതി കോവാക്സിന് രാജ്യാന്തര അംഗീകാരമില്ലാത്തതിനാൽ സൗദിയിലേക്ക് പോകാൻ കഴിയില്ലെന്ന ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ തുടക്കത്തിൽ സൗദിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഹർജിക്കാരൻ കോവാക്സിൻ 2 ഡോസ് എടുത്തിരുന്നു. സൗദിയിൽ കോവാക്സിന് അംഗീകാരമില്ല എന്ന് പിന്നീടാണ് അറിഞ്ഞത്. വെൽഡറായി ജോലി നോക്കുന്ന തനിക്ക് തിരിച്ചു പോകാനാവാത്ത സാഹചര്യമാണെന്നും ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് മടങ്ങാൻ അധിക ഡോസായി കോവിഷീൽഡ് വാക്സിൻ നൽകണമെന്നുമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. ഹർജിയിൽ വാദം കേട്ട സിംഗിൾ ബെഞ്ച് വിദേശത്ത് ജോലി നഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ എന്ന് നേരത്തെ ചോദിച്ചിരുന്നു. കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയുമ്പോൾ കോവാക്സിൻ എടുത്തവർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നത് ശരിയല്ല എന്നും അഭിപ്രായപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴാണ് സൗദി അറേബ്യ യാത്രാവിലക്ക് നീക്കിയതായി ഹർജിക്കാരന്റെ അഭിഭാഷകൻ അറിയിച്ചത്. അതേസമയം കൊറോണയുടെ പുതിയ വകഭേദമായ ഒമിക്രോണിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിൻ ഫലപ്രദമാകുമോ എന്ന സംശയങ്ങളോട് പ്രതികരിച്ച് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക് രംഗത്തെത്തി. വുഹാനിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസിനെതിരെയാണ് ഭാരത് ബയോടെക് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഗവേഷണ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഡെൽറ്റ വേരിയന്റ് ഉൾപ്പെടെയുള്ള കൊറോണയുടെ മറ്റ് വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വാക്സിൻ ഒമിക്രോണിനെതിരെ ഫലപ്രദമാകുമോ എന്ന് പരിശോധിക്കുന്നതിനായി ഗവേഷണങ്ങൾ ആരംഭിച്ചതായി ഭാരത് ബയോടെക് വ്യക്തമാക്കി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിൻ അതിതീവ്ര വ്യാപന ശേഷിയുള്ള ആൽഫ ഡെൽറ്റ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമാണെന്ന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അടക്കം സ്ഥിരീകരിച്ചിരുന്നു. അതിതീവ്ര ശേഷിയുള്ള വകഭേദങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള ശക്തമായ ആന്റിബോഡികൾ കോവാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങളിൽ തെളിഞ്ഞത്. ഒമിക്രോൺ ലോകമാകെ ഭീതി പടർത്തിയ സാഹചര്യത്തിൽ കോവാക്സിൻ പുതിയ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമാണെന്ന് തെളിയുന്നത് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കുന്നത്. അതേസമയം ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ 15 രാജ്യങ്ങൾ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് വകഭേദത്തേക്കാൾ അപകട സാധ്യതയേറിയതും തീവ്ര വ്യാപന ശേഷിയുള്ളതുമായ വകഭേദമാണ് ഒമിക്രോൺ എന്ന് കഴിഞ്ഞ ദിവസം ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നു. ഒമിക്രോൺ ഡെൽറ്റയേക്കാൾ അപകടകാരിയാണോ, വാക്സിനുകൾ പ്രതിരോധിക്കുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 15 രാജ്യങ്ങളിൽ യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി രാജ്യങ്ങളാണ് നിലവിൽ യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യ, UAE, അമേരിക്ക, ബ്രിട്ടൻ, കുവൈറ്റ്, ഒമാൻ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.